അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹി മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹി മലിക്കിൽ ഹഖിൽ മുബീൻ ദിൽ ഖുവ്വത്തിൽ മതീൻ. والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله مولانا العظيم. പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, വളരെ പരമ്പരാഗതമായി നടന്നു വരുന്ന, വളരെ പഴക്കം ചെന്ന ഒരു ദർസാണ് ഈ ജുമാഅത്ത് പള്ളിയിൽ നടത്തപ്പെടുന്ന ദർസ്. വലിയ വലിയ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ദർസ് നടത്തുകയും ഈ ദർസിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും മൺമറന്നുപോയി. അവരുടെയൊക്കെ ഖബറുടെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ ദർസിനെ അന്നും ഇന്നും സഹായിച്ചവരും സഹായിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി സഹായിക്കാൻ പോകുന്നവരുമായ എല്ലാവർക്കും അല്ലാഹു അവന്റെ മഗ്ഫിറത്തും അവന്റെ റഹ്മത്തും അവന്റെ നിഅമത്തും അല്ലാഹു നല്ല നിലയ്ക്ക് കൊടുത്ത് പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ. 24 മണിക്കൂറും കിതാബിനും ക്ലാസ്സിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അഭിവന്യരായ ഉസ്താദുമാർ നിങ്ങൾക്ക് 24 മണിക്കൂറും എൽമ പകർത്തിത്തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ സുപ്രധാനമായ ടൈമുകളിൽ, വളരെ വിലപ്പെട്ട ടൈമുകളിൽ ഒരു ടൈം നിങ്ങൾ ഇതിനു വേണ്ടി നീക്കിവെച്ചപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കി തരട്ടെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇവിടെ എന്തൊരു വിഷയത്തെ സംബന്ധിച്ചാണ് അവതരിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയുണ്ടായി. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ എന്നതാവട്ടെ വിഷയം എന്ന് തീരുമാനിക്കപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് പറയുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷ ഞങ്ങളുണ്ടാവാനും സാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും പറഞ്ഞു ഇവിടുന്ന് തടിയെടുക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വ്യക്തമായ ഒരു മറുപടി നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊക്കെ സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ, സൂറത്തുൽ നാസ് വരെയുള്ള 114 സൂറകളും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്നവരാണ്. ഈ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പ്രയോഗങ്ങൾ, അറബി ഭാഷയിലുള്ള പ്രയോഗങ്ങൾ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും. ഒരേ ഒരു പദം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചും ഉപയോഗിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള റഹീം തന്നെ എടുക്കുക. റഹീം എന്നുള്ള പദം അല്ലാഹു ഉപയോഗിക്കുന്ന മാതിരി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് റഹീം എന്ന് ഉപയോഗിച്ച് കാണാം. ഏതാണ് ആയത്? എന്ന് പറഞ്ഞ ആയത്തിന്റെ അവസാനം റഹീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് റബ്ബി അല്ലേ? റബ്ബ് എന്നുള്ള പദം അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ മായി തന്നെ അല്ലാഹു റബ്ബാണ്. റബ്ബിൽ ഹംദുമാ കമാ റബ്ബയാനി സഗീറ. ഈ റബ്ബ് എന്നുള്ള പ്രയോഗം തർബിയത്ത്, മുറബ്ബി, തർബിയത്ത് ഇതൊക്കെ അല്ലാഹുവിനെ സംബന്ധിച്ച് പ്രയോഗിക്കാനും ഈ പദം തന്നെയാണ്. റബ്ബ് നമ്മളെ മാതാപിതാക്കളെ സംബന്ധിച്ച് അല്ലാഹു അഹ്സനുൽ ഖാലിഖ്, അല്ലാഹു അഹ്സനുൽ ഖാലിഖ്. അപ്പൊ ഖാലിഖ് അല്ലാഹ് മാത്രമല്ല, ഒരുപാട് ഖാലിഖാണ്. ഇങ്ങനെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യ് അല്ലാഹുവിനെ സംബന്ധിച്ച് ഹയ്യ് എന്ന് പറയുന്നു. നമ്മളൊക്കെ ഹയ്യാല്ലേ? ഇതൊക്കെ ഹയ്യന്നല്ലേ? അപ്പൊ പടപ്പുകളെ സംബന്ധിച്ച് ഹയ്യ എന്ന് പറയുമ്പോൾ അള്ളാഹിനെ പറ്റിയ ഹയ്യ എന്ന് പറയുന്നു. ഇങ്ങനെ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മാലിക് അള്ളാഹിനെ പറ്റി മാലിക് എന്ന് പറയണോ, അള്ളാഹുവിനെ സംബന്ധിച്ച് മലിക് എന്ന് പറയണോ? നമ്മളെ സംബന്ധിച്ചൊക്കെ മാലിക് എന്ന് പറയുന്നല്ലേ? ഉടമസ്ഥൻ. ആ വീടിന്റെ മാലിക് ആരാണ്? ഉടമസ്ഥൻ ആരാണ്? മാലിക്കുഹോ. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ദർശനം പറഞ്ഞ കാലത്ത് ഞങ്ങളെ മുഴുവൻ കിതാബിന്റെ പുറത്ത് എഴുതി വെക്കും. ഞാൻ എന്റെ കിതാബിന്റെ പുറത്ത് എഴുതി വെക്കുമ്പോ മാലിക്കുഹോ അബ്ദുള്ളാണ്. ഇനി ആരെങ്കിലും മാറി കിതാബ് എടുക്കണ്ടേ? അപ്പൊ മാലിക് നമ്മളും പറയും അള്ളാഹിനെ പറ്റി മാലിക് യൗമുദ്ദീൻ. യൗമുദ്ദീന്റെ മാത്രം മാലിക്കൊന്നല്ല അള്ളാഹു, സകലത്തിന്റെയും മാലിക്കാണ് അള്ളാഹു. മലിക്കുൽ മുലൂക്ക് എന്ന് പറയും, മാലിക്കെന്നും മലിക്കെന്നൊക്കെ പറയും. ഇനി അവിടെ നിന്നാണ് തുടങ്ങുന്നില്ല. അവിടെ നിന്നാണ് തുടങ്ങിയാൽ ഓരോ ആയത്തുകളിലും സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തുകൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഈ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹുവും അവന്റെ മഖ്ലൂഖാത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ അല്ലേ? നിങ്ങളെന്താ ആലോചിക്കണില്ലേ? അള്ളാഹുവും അവന്റെ സൃഷ്ടികളും തമ്മിൽ അള്ളാഹു ഖദീമാണ്, അവന്റെ സൃഷ്ടികളോ ഹാദിസാണ്. അള്ളാഹു ബാഖിയാണ്, അവന്റെ സൃഷ്ടികളോ ഫാനിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം നാത്തുകൊണ്ട് കായിമാണ്, ഒരാളെ ആശ്രയം വേണ്ട. അവന്റെ മഖ്ലൂഖാത്തുകളോ അള്ളാഹുവിനെ ആശ്രയിക്കണം. ഇത്രമാത്രം വ്യത്യാസമുള്ള അള്ളാഹുവിന് ഉപയോഗിക്കുന്ന പദവും മഖ്ലൂഖാത്തിന് ഉപയോഗിക്കുന്ന പദവും ഭാഷയും ഇതെന്താവോ എന്നായിരുന്നു ഒരിക്കലും എനിക്കുണ്ടായ ഒരു സംശയമാണത്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാനുള്ളൊരു ഭാഷ ഉണ്ടാക്കാൻ ഒരു പണിയില്ലല്ലോ. പടുത്ത നമ്പുരാന് ഭാഷ ഉണ്ടാക്കാൻ വല്ല പണിയില്ല. ഈ ഖുർആൻ ഇറക്കി തന്ന റബ്ബിന് ഒരു ഭാഷ ഇറക്കി തരാൻ, അള്ളാഹിനെ പറ്റി പറയാനുള്ള ഒരു ഭാഷ ഇറക്കി തരാൻ വല്ല പണിയില്ല. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് റഹീം എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു ലഫ്ള് നോക്കാം. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രത്യേകം സൂചിപ്പിക്കുന്ന ഒരു പദം, പടപ്പുകളുടെ റഹ്മത്തിനെ പ്രത്യേകം സൂചിപ്പിക്കുന്ന ഒരു പദം വേറെ വെക്കാം. ഉദാഹരണം പറയണ്ട. റഹീം അള്ളാഹിനെ പറ്റി പറയണമെങ്കിൽ റമീഹ് എന്നായിക്കോട്ടെ, നീയും പുറത്തേക്കോട്ടെ. സാധാരണ കൂടെ മാറ്റിയാൽ മതിയല്ലോ പടപ്പുകൾക്ക്. ഇപ്പൊ ഭാഷ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. എത്ര ഭാഷകളായിട്ട് നൂറുകണക്കിന് ഭാഷകൾ ലോകത്തിൽ.
ഒരു പഠിച്ച തമ്പുരാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു ഭാഷപാടുണ്ടായിക്കൂടെ? അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവില്ലേ? പടപ്പാകുന്ന റഹീമാര്, പടച്ചവനാകുന്ന റഹീമാര്, ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകൂലേ? ആകെ കൺഫ്യൂഷനായി പോകൂലേ? പടപ്പുകളെ സംബന്ധിച്ച് പറയുന്ന അതേ വാക്ക് തന്നെ പടച്ച തമ്പുരാനെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കൺഫ്യൂഷനായി പോകൂലേ? അതെന്തുകൊണ്ടുണ്ടായില്ല? അതാണ് ചോദ്യം. എന്തുകൊണ്ട് രണ്ട് ഭാഷ ഉണ്ടായില്ല? ഇങ്ങനെ മനുഷ്യനെ കൺഫ്യൂഷനാക്കുന്ന ഒരു രീതിയിൽ ഈ ഒരേ ഭാഷ തന്നെ അല്ലാഹു ഉപയോഗിക്കുക, ഒരേ ഭാഷ തന്നെ പടപ്പുകൾ ഉപയോഗിക്കുക, ഇങ്ങനെ ബുദ്ധിജീവികളെ കൺഫ്യൂഷനാക്കി തീർക്കുന്ന ഒരു രീതി, ഒരു സംവിധാനം, ഒരു സമ്പ്രദായം, ഒരു രീതി എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് രണ്ട് ഭാഷ ഉണ്ടായില്ല? ഇതാണ് ചോദ്യം. എനിക്കുണ്ടായ ഒരു സംശയമാണ്. ആ സംശയത്തിന് മറുപടി പിന്നിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ അതെ, ചോദ്യം അവർ കേട്ടുകൊടുത്തു. ഇനി വേറൊരു നീറാനവലി ഉപ്പാപ്പാനെ കേട്ടിട്ടുണ്ടോ? അമ്പംകുന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മണ്ണാർക്കാടെന്ന് പോയിട്ട് ചെറുക്കൽ പഠിക്കുന്ന ഇടത്തോട്ട് തിരിഞ്ഞിട്ട് കാഞ്ഞിരത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞങ്ങനെ പോയാൽ ഒരു കനാലിന്റെ വക്കത്ത് കൂടി നടന്നു പോയാൽ അവിടെ ഒരു വലിയ ഖബറുണ്ട്, നീറാനവലി ഉപ്പാപ്പ. അതേ പ്രകാരം തന്നെ ആലുവച്ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അബ്ദുൾ റസാഖ് മസ്താൻ ഒരാളുടെ ഖബറുണ്ട്. അബ്ദുൾ റസാഖ് മസ്താൻ, അബ്ദുൾ റസാഖ് മസ്താൻ ചാവക്കാട് ഒരു വീട്ടിലിരിക്കുകയാണ്. ചാവക്കാട് ഭാഗത്തൊരു വീടിനുള്ളിൽ അബ്ദുൾ റസാഖ് മസ്താനുണ്ട്. ഒക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാന്മാരാണ്. ആ സമയത്ത് മീറാനവലി ഉപ്പാപ്പ ആ വഴിക്കിങ്ങനെ പോവാ. അബ്ദുൾ റസാഖ് മസ്താന്റെ വീടിന്റെ അടുത്ത് ഗേറ്റിന്റെ അതില് അവിടെ എത്തി. മൂപ്പരവിടെ വണ്ടി നിർത്തി. മൂപ്പര അബ്ദുൾ റസാഖ് മസ്താന്റെ അവിടെ തന്നെ കയറിയിട്ടില്ല. മൂപ്പര അവിടെ അടുത്ത് വണ്ടി നിർത്തി. അവിടെ എന്താ അവസരം വണ്ടി നിർത്തി. അപ്പൊ അബ്ദുൾ റസാഖ് മസ്താൻ ഒരു കടലാസ് എടുത്തു. ഒരു കടലാസ് എടുത്തിട്ട് പെന്നോണ്ടായിരുന്നു. പെന്നൊന്നുമില്ല. ഒരു ഓട്ട് കമ്പനിയിൽ ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലൊന്ന് ഒപ്പിട്ട് തരാൻ പറയണത്. ആരൊപ്പിട്ട് തരണം? നീറാനവലി ഉപ്പാപ്പ ഒപ്പിട്ട് കൊടുക്കണം. ഈ കടലാസ് കൊടുത്തയച്ച് ഒരു ഓട്ട് കമ്പനിയിൽ ഒരു പണി കിട്ടാനാണ്. അതിന് ഈ കടലാസിലൊന്ന് ഒപ്പിട്ട് കിട്ടണം. ഇതൊന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ മൂപ്പര ഫാദിമീങ്ങള് ആ എഴുത്ത് കൊണ്ടുപോയിട്ട് നീറാനവലി ഉപ്പാപ്പ കൊടുത്തു. ഇതിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. റോട്ട് കമ്പനിയിൽ ഒരു പണി കിട്ടാനാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ ഒപ്പിടൂല, ഞാൻ ഒപ്പിടൂല. ഒരാൾ കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഒപ്പിട്ട് കൊടുക്കാൻ പാടുണ്ടെന്ന്. അതിനെ പറ്റിയൊന്നും പഠിക്കട്ടെ. അങ്ങനെ ആ കടലാസ് തിരിച്ചു വന്നു. അപ്പൊ അബ്ദുൾ റസാഖ് മസ്താൻ ആ കടലാസ് അവിടെ വാങ്ങിയിട്ടു. അതൊന്നും പറഞ്ഞില്ല. നീറാനവലി ഉപ്പാപ്പ പോകാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ് ഡ്രൈവർ കാറ് സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. എന്ത് കാട്ടിയാലും കാറ് വരില്ല. അവസാനം നീറാനവലി ഉപ്പാപ്പ പറഞ്ഞു, എന്നിട്ട് വരി ഇവിടെ വന്നിരിക്കാം, ഇവിടെ വന്നിട്ട് നിങ്ങൾ അതൊക്കെ കൊടുക്കാണ്ടായിരുന്നു. ഞാൻ നേരത്തെ വരാൻ ഇവിടെ വന്നിരിക്കും. നീറാനവലി ഉപ്പാപ്പ കാറ് സ്റ്റാർട്ടാവുന്നില്ല. പറഞ്ഞു ആ കടലാസിന് വാങ്ങിക്കൊണ്ടിരിക്കാം. കടലാസ് വാങ്ങിക്കൊണ്ടാ പറഞ്ഞു. രണ്ടാമത് വാങ്ങിക്കൊണ്ട് ഒപ്പിട്ട് കൊടുത്തു. കാർ സ്റ്റാർട്ടായി പോകുന്നു. അപ്പൊ എന്തായിരിക്കും ആ കമ്പനി? ആ ഓട്ട് കമ്പനി ഏതായിരിക്കും? അബ്ദുൾ റസാഖ് മസ്താൻ പറഞ്ഞ ഓട്ട് കമ്പനി ഏതാണ്?
എന്തുകൊണ്ടാണ് ഇതാനൊഴിയപ്പ ഒപ്പിട്ട് കൊടുക്കാതിരുന്നത്? ഏതാണ് ആ ഒട്ട് കമ്പനി? ഏതോ ഒരു കമ്പനി ആയിരിക്കും. ഏതായിരുന്നാലും അവിടെ അബ്ദുറസാഖ് മസ്താന്റെ ഒരു ഏരിയയാണ്. അവിടെ നിരാനൊഴിയപ്പാപ്പ് വലിയ മഹാനാണെങ്കിലും അവിടെ വന്നാൽ ഒപ്പിട്ട് തരാതെ പോകാൻ പറ്റൂല എന്നുള്ളതൊന്ന് അറിയിച്ചതാണ്. കമ്പനി എന്താന്ന് പിന്നെ അതൊക്കെ ഓട്ട് കമ്പനി പറഞ്ഞാൽ നമ്മളെ ഈ ഓടല്ല, ഈ പരമമേയുന്ന ഓടല്ല. ചില ഓടുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ നിർമ്മിക്കുന്ന ചില ഓട് കമ്പനികളുണ്ട്. ആ ഓട് മേഞ്ഞപ്പരിയിൽ താമസിക്കുമ്പോഴെങ്കിൽ ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വെയിലും അടിയൊന്നും തട്ടൂല. അങ്ങനത്തെ പരയാണത്. ആ പര മേയാനുണ്ടാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാക്കുന്ന ചില ഓടുണ്ട്. ആ ഓടിന് ചില കമ്പനികളുണ്ട്. അത് നമ്മൾ കണ്ണുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. ആ കമ്പനിയിൽ ചേർക്കും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ചിലരെ ആ കമ്പനിയിലേക്ക് ചേർക്കും. അപ്പൊ അബ്ദുറസാഖ് മസ്താനി ആ കമ്പനിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് മീരാനോട് അപ്പാപ്പാനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും ആവട്ടെ. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുമ്പോ ഇസ്തിആദത്ത് ചെയ്ത് തുടങ്ങണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽക്ക് വലല്ലാത്തീൻ വരെയുള്ള സബഉൽ മസാനി എന്ന് പറയുന്ന 7 ആയത്തുകളുള്ള സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ടെങ്കിലും വളരെ പ്രസിദ്ധമായ പേരാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറകൾക്കൊക്കെ മറ്റുള്ള പല സൂറത്തുകൾക്കും അതുപോലെ പല പേരുകളുണ്ട്. അതൊക്കെ തൗഖീഫിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിശ്ചയിച്ചിട്ടുള്ള പേരുകളാണ്. ഇത് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ ഈ സൂറത്തുൽ ഫാത്തിഹത്താണ് പരിശുദ്ധ ഖുർആന്റെ കവാടം തുറന്നു തരുന്ന സൂറയാണ്. പരിശുദ്ധ ഖുർആനിന്റെ കവാടം, പരിശുദ്ധ ഖുർആന്റെ കവാടം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എന്റെ വാതില്, സാഹിത്യകാരന്മാരല്ലേ, വാതിൽ എന്നാണ് കവാടം എന്ന് പറഞ്ഞാൽ. ബാബ് എന്നറിയില്ലേ? പരിശുദ്ധ ഖുർആനിലേക്കുള്ള കവാടം തുറന്നു തരുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഒരു മിസാലാണ്. ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ, അത് മുഴുവനും എവിടെ ഉണ്ട്? പരിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാ ഇൽമും പരിശുദ്ധ ഖുർആനിലുണ്ട്. ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. എല്ലാ ഇൽമും ഖുർആനിലുണ്ട്, പക്ഷേ നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. എല്ലാ ഖുർആനിലുണ്ട്. അപ്പോ എല്ലാ ഇൽമും ഖുർആനിലുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ഇൽമിലേക്കുള്ള ഒരു കവാടം തുറന്നു തരുന്ന സൂറയും കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ കവാടം തുറന്നു തരുന്ന സൂറ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഇൽമിലേക്കുള്ള കവാടം തുറന്നു തരുന്ന സൂറയാണ്. അതിന്റെ ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ ഇൽമും ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. എല്ലാ ഇൽമും ഖുർആനിലുണ്ട്. ആ ഖുർആനിലുള്ള എല്ലാ ഇൽമും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഖുർആനിലുള്ള മുഴുവൻ ഇൽമും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുള്ള എല്ലാ ഇൽമും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ ആയത്തിലുണ്ട്. അപ്പൊ എന്താണ് ബിസ്മിയുടെ മഹത്വം? അതുകൊണ്ടാണ് എല്ലാ സൂറകളിലും, ബറാഅത്ത് സൂറത്ത് വെച്ചിട്ടുള്ള എല്ലാ സൂറകളിലും കറക്റ്റ് അത് കൊടുത്തിട്ടുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ മുഹദ്ദിസാണ്. എല്ലാ സൂറത്തിന്റെ തലത്തിലും അത് ഖുർആനിൽപ്പെട്ട ഒരായത്താണെന്നാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിലുള്ള ഇൽമു മുഴുവനും അതിന്റെ ബാബിലുണ്ട്. എന്താ ഈ പറയുന്നത്? ലോകത്തുള്ള മുഴുവനും ഇൽമു ഖുർആനിലുണ്ട്. ഖുർആനിലുള്ളത് മുഴുവനും ഫാത്തിഹയിലുണ്ട്. ഫാത്തിഹ സൂറത്തിലുള്ള എല്ലാ ഇൽമും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിലുള്ളതൊക്കെ ഭാഗിലുണ്ട്. പിന്നെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് കയറി പറഞ്ഞിട്ടുണ്ട് ചിലര്. ഭാഗിലുള്ളത് മുഴുവൻ അതിന്റെ പുള്ളിയിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയമുണ്ട്, ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് പുള്ളിയില്ലല്ലോ. പുള്ളികളൊക്കെ പിന്നുണ്ടായതല്ലേ. ഹർക്കത്തുകളൊക്കെ ഫത്ഹും കസ്റും റമ്മും സുക്കൂനും ഒക്കെ പിന്നുണ്ടായതാണ്. ആളുകൾ ഖുർആൻ ഓതാനുള്ള സൗകര്യത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ എഴുതി വെച്ച ലിപികളിലൊന്നും സഹാബത്തിന്റെ ആ കാലഘട്ടത്തിലുള്ള ലിപികളിലൊന്നും അന്നൊന്നും ആദ്യത്തിലൊന്നും ഏതില്ല ഈ പുള്ളികളൊന്നും. പിന്നീട് അത് ഓതേണ്ട സൗകര്യത്തിന് വേണ്ടി പിൻകാലത്ത് ഉണ്ടാക്കിയത്. അപ്പോ ആ പുള്ളി എന്ന് പറഞ്ഞാൽ ആ പുള്ളി ബാധിച്ച പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഇൻഷാ അല്ലാഹ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പിന്നീട് പറയാം. ഇപ്പൊ നമ്മൾ അവിടേക്ക് പോകണ്ട, പുള്ളിയിലേക്ക് പോകണ്ട. പുള്ളി പിന്നീടുണ്ടായതാണെങ്കിലും അത് തക്തീറിന് പണ്ടേ ഉണ്ട്. കാരണം ബാവും താവും തമ്മിൽ വ്യത്യാസപ്പെടണല്ലോ. ബാവും താവും തമ്മിൽ വ്യത്യാസപ്പെടണ രണ്ടും ഒന്നാകാൻ ഏതായാലും പറ്റൂലല്ലോ. ബാ താ സാ അലിഫ് ബാ താ സാ, ഈ ബാത്താസ എന്ന് പറയുന്ന മൂന്നും തമ്മിൽ വ്യത്യാസപ്പെടണല്ലോ. അപ്പൊ തക്തീറിന് അവിടെ ഒരു പുള്ളിയുണ്ട്. ഇപ്പൊ നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പുള്ളി പിന്നീട് വാഹിബ് പിന്നീടുണ്ടായതാണെങ്കിലും തക്തീർ ചെയ്തിട്ട് പണ്ടക്കും പണ്ടേ ഏതുണ്ട് വായിച്ച പുള്ളി ഉണ്ട്. ആ പുള്ളിയാണ്, ആ തക്തീറിലുള്ള മുഖത്തറത്തായ ആ പുള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഈ ബാഗിനുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ബാഗിനെ സംബന്ധിച്ച് നമുക്കൊരു ചർച്ച നടത്തണം. അതിന്റെ മുമ്പ് രണ്ട് ചർച്ച നടത്താനുണ്ട്. എന്താ, ബാഗിന്റെ മുമ്പൊരക്ഷരമുണ്ട്, അർദ്ധ അക്ഷരം, പൂർണ്ണ അക്ഷരമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു പകുതി അരിപ്പ് എഴുതണം. പകുതി അരിപ്പ് എഴുതിയിട്ട് പിന്നെയാണ് ബാഗ് ഇങ്ങനെ വരുന്നത്. ഈ അരിപ്പ് എവിടുന്ന് പോകുന്നതാ? എവിടുന്നാണ് ഈ അരിപ്പ് വന്നത്? ബാഗിന് ശേഷം ഒരരിപ്പ് സാധാരണ രീതി പ്രകാരം ബാഗിന് ശേഷം ഒരരിപ്പ് വേണ്ടത്. അതിങ്ങനെ മുറിച്ചെടുക്കുന്നത്, ഇങ്ങനെ വാള് വെച്ച് മുറിച്ചപ്പോ അതിന്റെ പകുതിയിട്ടേ കിട്ടുള്ളൂ. ഒരു മുറി എടുത്താൽ ഫുള്ള് കിട്ടൂലല്ലോ. ആ മുറി എവിടെ കൊണ്ടുപോയിട്ട് ബന്ധിയിൽ പൊട്ടിച്ചു? ബായിന്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബന്ധിയിരുന്നു. അതാണത്. അതാ മുറി തന്നെയാണത്. അത് ഇവളൊന്നുമല്ല. പണ്ടത്തെ അത് ഇവളെന്ന് പറയും കിതാബിലൊക്കെ. കളയപ്പെട്ട അരിപ്പിനെ തൊട്ട് ഇവളാണ്. ചില കിതാബുകളിലൊക്കെ അങ്ങനെയല്ലേ, അതിന് പകരാണ്. അങ്ങനെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അത് അവിടെ വെക്കുന്നതിന് പകരം ഇവിടെ വെച്ചതാണെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ വെക്കുന്നതിന് പകരം ഇവളായിട്ട് എവിടെ വെച്ചു ആ സാധനം കൊടുത്തു. അപ്പൊ ഇവളെന്ന് അങ്ങനെ പറയാലോ. അപ്പൊ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എപ്പോഴും പറഞ്ഞതൊന്നും തെറ്റില്ലാതെ ആക്കണം. പിന്നെ പറഞ്ഞുപോയില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മഹാന്മാരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വജ്യകരാമൽക്കവും, മഹാന്മാരെന്ത് പറഞ്ഞാലും എന്താവണം? അത് സവാബായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ
അത് കൊണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് സ്വഭാവം തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച സ്വഭാവമാണ് അത് അവിടുന്ന് മുറിച്ചെടുത്തതാണ്. വായുദേശം അരിപ്പിനെ അവിടുന്ന് മുറിച്ചെടുത്തിട്ട് അതേ മുറി തന്നെ എത്രയോ ആളുകൾക്ക് മുന്നത്തേക്കാലം കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ കാണത്തിലുള്ള അതിന്റെ ഭാരത്തരെ ആ അരിപ്പിന്റെ മുറിന്റെ ഭാരത്തരെ ഇവിടെ കൊണ്ടുവന്നെത്തിയിരുന്നു. ആ അരിപ്പിന്റെ മുറിനെ സംബന്ധിച്ച് ബഹ്സ് ചെയ്യുകയാണെങ്കിൽ എത്രയോ ബഹ്സുകളുണ്ട്. ആ അക്ഷരത്തിനെ സംബന്ധിച്ച് ബഹ്സ് ചെയ്യുകയാണെങ്കിലും എത്രയോ ബഹ്സ്, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ ബഹ്സ് ചെയ്യാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതവിടെ നിൽക്കട്ടെ. ബാദിനെ സംബന്ധിച്ച് ബഹ്സ് ചെയ്യാം. ബാദ് എന്താണ് ഈ ബാദിന്? ഖുർആനിലുള്ളത് മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് മുഴുവനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നതിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നതിന് മുഴുവനും ബാദിലുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മഹാന്മാരതിന് അർത്ഥം പറയുന്നത് ബീഖാനമാക്കാന വബിയക്കൂനുമായക്കൂൻ, അതാണ് ബി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എനീസിലുണ്ടാവുമല്ലോ. ബി എന്നുണ്ടാവും. ബി കരേക്കോട് എന്നയിക്കാരം, അതിന്റെ ഫുള്ള് കരേക്കോട്. എന്നുണ്ടാവും, അത് മേലെടുത്ത് നയിക്കാരം, അല്ലെങ്കിൽ മുരിങ്ങാശ്ശേരി നയിക്കാരം. അതിനൊക്കെ എന്ന് പറയും. എന്നതുപോലെ ബി, ആ ബി എന്ന് പറഞ്ഞതിനെ സ്വന്തമായി നമുക്ക് പരിഗണിക്കുമ്പോൾ എഷ്ടിപാർ ചെയ്യുമ്പോൾ അതൊരർത്ഥല്ലേ? ബി എന്ന് പറയുന്ന സ്വന്തം ഒരർത്ഥമാണല്ലോ. അതിനെ ഇസ്മിന്റെ കൂടെ ചേർത്തതല്ലേ? ആ ബാവിന്റെ അർത്ഥം, ജറിന്റെ ആ ബാവ് ഭയങ്കരമായ അർത്ഥം. അപ്പൊ അതിൽ പെടാത്തതൊന്നുമില്ല. ഉണ്ടായതെല്ലാം ഉണ്ടായത് എന്നെ കൊണ്ടാണ്. ഇനി ഉണ്ടാകുന്നതെല്ലാം ഉണ്ടാകുന്നതും എന്നെ കൊണ്ടാണ്. എന്നെ കൊണ്ടല്ലാതെ ഉണ്ടാകുന്നതൊന്നും ഉണ്ടാവില്ല, ഉണ്ടായതൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പൊ ലോകത്തിൽ അല്ലാഹു അവന്റെ പരിശുദ്ധമായ ദാത്ത്, സിഫാത്ത്, അവന്റെ അഫ്ആലുകള്, ആ അഫ്ആലിന്റെ ആസാറുകളല്ലാതെ ലോകത്തൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ദാത്ത്, അല്ലാഹുവിന്റെ സിഫാത്ത്, അല്ലാഹുവിന്റെ അഫ്ആല്, അല്ലാഹുവിന്റെ അഫ്ആലിന്റെ ആസാറുകൾ, അതല്ലാതെ ലോകത്തൊന്നും വേറല്ല. എല്ലാം ബീക്കാനമാക്കാനോ ബീയക്കൂനുമായി എപ്പോഴും പറഞ്ഞതിൽ പെടാത്തതൊന്നുമില്ല. അപ്പൊ എല്ലാം ഉണ്ടാകുന്നതും എല്ലാം ഉണ്ടായതും അള്ളാഹുവിനെ കൊണ്ട് മാത്രം. അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ ഇറാദത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ ഇറാദത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അതങ്ങട്ട് താല്ലുക്കാവുമ്പോൾ ഒരു വസ്തുവിനോട് ബന്ധിക്കുമ്പോൾ അതതുണ്ടാവും. അതിന്റെ അത് താല്ലുക്കായിരുന്നെങ്കിലോ കടുപ്പുള്ള മസലത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കടുപ്പുള്ള വിഷയമാണ് പറയാൻ പോകുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഇൽമും ഇറാദത്തും ഖുദ്റത്തും ബന്ധിക്കാത്ത ഒരു വസ്തു ഈ ലോകത്തുണ്ടാവില്ല. അതാണ് മാഷാ അല്ലാഹു ഖാൻ വമാലം യശഅ യകുൻ. അതാണ് മാഷാ അല്ലാഹു ഖാൻ വമാലം യശഅ യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചത് ഉണ്ടാവും, അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഉണ്ടാവില്ല. കടുപ്പുള്ള വിഷയമാണ് പറയാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. പരീക്ഷ ഉണ്ടാവും കഴിഞ്ഞ ഉടനെ.
മറുപടി എഴുതേണ്ടി വരും. മാഷാ അല്ലാഹു ഖാൻ ഒമാലം ലം യകുൻ. നേരെ കൊടുക്കോർക്ക് കിതാബ് കുട്ടികൾ അവരാണ്. പിന്നെന്താ ഓരോ കുത്തു കൊടുക്കണം മുന്നിലുള്ള ഓരോ വർഷങ്ങളിലേക്ക് എല്ലോട്ടുണ്ട്. അപ്പോൾ ഈ സൗദി അറേബ്യയിലൊക്കെ തൂക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ കൗത്ത് വെട്ടലുണ്ട്. എങ്ങനെയറിയും? നല്ല വാളുണ്ടാവും. വെട്ടുന്ന ആള് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. കാരണം ഏതായാലും വെട്ടാൻ പോകുകയാണെന്നുള്ള നിലയ്ക്ക് തലന്ന് കൊണ്ടുവരാൻ ഇരിക്കാറ്. അപ്പൊ ആ വാളിന്റെ തലപ്പോട്ട് പേരടിക്ക് ഒരു കുത്തു കൊടുക്കും. വെല്ലെന്ന് തോന്നും. അപ്പൊ തല പൊന്നിച്ചു. ആ പൊന്നിച്ച മനസ്സിലെ ഒറ്റ വെട്ടാറ്. അപ്പൊ ആ കുത്തുന്ന കുത്തുണ്ടല്ലോ അത് ബാക്ക് നോക്കി അപ്പൊ തലയിൽ കൊണ്ടു. അപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കും. മാഷാ അല്ലാഹു ഖാൻ ഒമാലം ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചത് ഉണ്ടാവും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടാവൂല. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. അങ്ങനെ പറയുന്നില്ലേ നമ്മള്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് പറയുന്നില്ലേ? അപ്പൊ നമ്മൾക്ക് ദോഷകരമായതിനെ തടുക്കണമെങ്കിലും ഗുണകരമായതിനെ നമ്മൾക്ക് നൽകണമെങ്കിലും അതൊക്കെ അള്ളാഹുവിനെ കൈകൊണ്ട് വേറാർക്കും പറ്റില്ല. നമുക്ക് പഠിച്ചാലാണ്ട് ഏൽപ്പിച്ചാൽ പോലെ നമ്മൾ എന്തിനാ മെനക്കെടുന്നത്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ലത് ആലോചിക്കാനും നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലതിനെ സംബന്ധിച്ചുള്ള നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു കുവ്വത്ത് പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. തന്നുകൊണ്ടിരിക്കുന്നത് തീരുമാനിക്കാൻ. അത് നമ്മളെ മനസ്സിന്റെ പണിയാണ്, നമ്മളെ കൽബിന്റെ പണിയാണ്. നേരം ഇങ്ങോട്ട് കൊടുത്താൽ വൈകുന്നേരമാകുമ്പോഴത്തേന് എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ തീരുമാനിക്കരുത്. ചിലപ്പോ ഉസ്താദന്മാരെ കണ്ണു വെട്ടിച്ചു കാട്ടി നമ്മൾ പോകും. ഉസ്താദന്മാരുടെ കണ്ണു വെട്ടിച്ചു കാണ്ട് വലിയൊരു ഫോൺ വന്നിട്ടുണ്ട്. മൂത്താപ്പ ആസ്വദിക്കുകയാണ്. പെട്ടെന്നൊന്ന് ചെല്ലണമെന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇന്നത്തെ സെറുക്ക് ഒഴിവാക്കാൻ ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും ചെയ്യേണ്ടത്? ആ ഉസ്താദ് വിചാരിക്കുന്ന സെറുക്കിൽ കൂടെ അവന് ഭയങ്കര കമ്പാണ്. അത് താരം നമുക്ക് ആ വൈകുന്നേരം രണ്ടാമത് ഓടിച്ചേർന്നിട്ടൊന്ന് പോയി വന്നതാണ്. സോറി, ഞാൻ ഉസ്താദിന്റെ നല്ല സമ്മതം വാങ്ങി സന്തോഷം വാങ്ങി ഇവ പോണത് വേറെ എവിടേക്കാണ്. അത്രമാത്രം നമ്മൾ പ്ലാൻ ചെയ്ത് കാണ്ട് അല്ലേ? അത്രമാത്രം നമ്മൾ പ്ലാൻ ചെയ്ത് കാണ്ട് നമ്മൾ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് എത്ര പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്? എത്ര പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ നമുക്ക് ഉണ്ടാകലുണ്ടോ? നമ്മളെന്താ അവരോട് പറയാത്തത്? നമ്മൾ വിചാരിച്ച് നമ്മൾ തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ടോ? നമ്മളെ ഉമ്മ നമ്മളെ ജ്യേഷ്ഠന്മാരോ അജ്ഞന്മാരോ നമ്മുടെ ഉസ്താദുമാരോ നമ്മളെ മന്ത്രിമാരോ നമ്മളെ രാജാക്കന്മാരോ ഈ ദുനിയാവില് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശിച്ച കാര്യമൊക്കെ ഉണ്ടാകലുണ്ടോ? 100 കാര്യം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കുറഞ്ഞ ഒരു ശതമാനം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ പോകലല്ലേ? ചിലപ്പോൾ കൂടുതൽ ശതമാനം ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ തന്നെ ഒന്ന് നേരം പോയിട്ട് 10 മണിക്ക് കറക്റ്റിന് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. കറക്റ്റ് 10 മണിക്ക് ക്ലാസ് തുടങ്ങണം. അതിന്റെ കുറച്ച് മുമ്പ് ഇവിടെ എത്തണം. അതിന്റെ കുറച്ച് മുമ്പായിട്ട് പള്ളിപ്പണിയിൽ അതൊന്ന് പോയി കയറി അവിടെ ഒരു അരമണിക്കൂർ ചെലവാക്കണം. അതിന്റെ മുമ്പ് ഒരു ആശാരി കുറച്ച് ജലരുമായി വീട്ടിൽ വരാനും അതൊക്കെ അടുക്കി വെച്ചിട്ട് പോരണം. ഇതൊക്കെ ഒന്ന് സുബഹിക്ക് ഞാൻ പ്ലാൻ ചെയ്തതാണ്. അതിൽ ആശാരി വന്നില്ല. ഓനെ കയറ്റി കൊണ്ടുവരാനുള്ള പണിക്കാരെ കിട്ടിയില്ല. ഓനോട് കുറെ ചെയ്യപ്പെട്ടു. സാധനോട് അപ്പൊ ആവശ്യം ഇതില്ല. പിന്നെ അവനെ പറഞ്ഞിട്ടുള്ള അങ്ങനെ നേരം വഴുകി വന്നു. പള്ളിന്റെ മുകളിൽ കയറി 5 മിനിറ്റ് അവിടെ ചെലവഴിച്ചു. അപ്പോഴേക്ക് സമയം വഴി ഇവിടെ വന്നു. അപ്പത്തിന് 10:30 11 മണിയാകാനായി തുടങ്ങി. നടക്കൂല. ആര് വിചാരിച്ചാലും ആ വിചാരിച്ച കാര്യമൊന്നും നടക്കൂല. ഏത് നടക്കുള്ളൂ? മാഷാ അല്ലാഹു ഖാൻ ഒമാലം വെച്ചതിൽ അള്ളാഹു ഉദ്ദേശിച്ച് നടക്കും. അല്ലാത്തതൊന്നും നടക്കൂല. ഇതാണ് ഖദാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈമാൻ കാര്യത്തിന്റെ 6ാമത്തെ കാര്യമല്ല ഖദാ ഖദറിന്റെ വിശ്വാസം. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ, അല്ലാത്തത് ഇവിടെ നടക്കൂല. അപ്പൊ നമുക്ക് മനസ്സിലായോ? അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ, അല്ലാത്തത് നടക്കൂല. 10 മിനിറ്റ് അതിന്റെ ഒരു വഴി എടുക്കുന്നുണ്ട്. പെങ്ങളടിക്കാനല്ല, ആരടിക്കാനാന്നുള്ളത് ഞാനപ്പൊ പറയാം. അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ് ഖദാ ഖദർ. അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കുള്ളൂ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് നടക്കൂല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ രാവിലെ സുബഹിക്ക് നിങ്ങൾ ഓരോരുത്തരും, ഞാനടക്കമുള്ള നിങ്ങൾ ഓരോരുത്തരും, നിങ്ങള് ഇവിടെ നടക്കണതേത് നടക്കാത്തതേതെന്ന് മുൻകൂട്ടി നമ്മൾക്ക് അറിയോ? സംഭവം മുൻകൂട്ടി അറിയുള്ളൂ. എന്തൊക്കെ നടക്കാൻ പോണത്, എന്താണ് നടക്കാത്തത് എന്നുള്ളത് എന്താവില്ല നമ്മൾക്ക് അറിയില്ല. ബൈബിൾ പുസ്തകത്തിലാണ്. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ. സ്വന്തം നിരക്കുണ്ടാവില്ല. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. എനിക്കറിഞ്ഞില്ല. ഞാൻ സുബഹിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, എനിക്കറിയില്ല. അതുപോലെ നിങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ അള്ളാഹു തൃപ്തിപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു ചിലപ്പോൾ എന്താവും അറിയിച്ചു കൊടുക്കും. അപ്പൊ മാത്രമേ ഏതെങ്കിലും ജീവിതത്തിൽ കൂടി ആർക്കെങ്കിലും അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അത് മാത്രമേ അല്ലാത്തതാണ്. ഈ അള്ളാഹു ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടാവുള്ളൂ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല. എന്നാൽ നമ്മളുടെ ബാധ്യത എന്താണ്? നമ്മളുടെ ബാധ്യത എന്താണ്? നമ്മൾ എന്താവണം? അള്ളാഹു നമ്മൾക്ക് നല്ലതാണ് എന്ന് അള്ളാഹു മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം. അതിനുവേണ്ടി നമ്മൾ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ദൃഢനിശ്ചയം ചെയ്യണം. മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ആ കാര്യം ചെയ്യണം. ഇന്നിപ്പോ 5 വക്തും പള്ളിയിലേക്ക് ജമാഅത്തിന് പോരുന്ന ഒരാളാണെങ്കിൽ ബാങ്ക് കേട്ടാല് ബാങ്കൾക്കിപ്പോ പറയുന്നത് എന്താ? രാവിലെ വരാക്കുമ്പോഴത്തെ ഇല്ലാതില്ല എന്നറിയുന്നത്. അടുത്തത് ഇതില്ലെങ്കിൽ പള്ളിയേക്ക് വരാന്നാ പറയുന്നത്. അപ്പൊ കഥറിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നൊരു അടി കൊടുക്കും. എടാ നമുക്ക് പള്ളിയേക്ക് വരാൻ പറയുമ്പോ അള്ളാന്റെ വിധിയിലേക്ക് വരുന്ന പറയാം, ഞാൻ വന്നോളാന്നല്ലേ പറയേണ്ടത്? അല്ല, മുഅ്മിനീങ്ങളെന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. പടച്ചവന്റെ വിധിയിലേക്ക് വരാം, പടച്ചവന്റെ സഹായം ഉണ്ടെങ്കിൽ വരാം. നിങ്ങൾ നാളെ കൊണ്ട് വരുമോ? നാളെ നമുക്കൊരു അത്യാവശ്യം കാര്യം കൂടി ആലോചിക്കാനുണ്ടായിരുന്നു. നാളെ 1 മണിയാവുമ്പോഴേക്ക് ഒന്നാട് വീട്ടിൽ വരാൻ പറ്റുമോ? എന്താ മറുപടി പറയേണ്ടത്? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് വരാന്നല്ലേ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആരും വിശ്വാസമില്ലാത്ത ഒരുത്തം ഇതിലുണ്ടെങ്കിൽ കരുതി കടിക്കും. എവിടെ ചെങ്ങായി, എന്റെ സ്വന്തക്കാരനായ ഒരാള് നാളെ ഉച്ചക്കൊന്ന് വരാൻ പറഞ്ഞിട്ട്
അന്ന് വിളിച്ചെങ്കിൽ വരാറുണ്ട് കണ്ട് എക്കച്ചക്കില്ല അത് പറയല്. പക്ഷെ മോമിനിയങ്ങൾക്കതില്ല, അങ്ങനെ പറയാൻ വകുപ്പില്ല. അള്ളാഹുവിന്റെ അള്ളാഹ് വിളിച്ചതേണ്ടാവും. ഞാൻ ഒരാളെ പോകുന്നില്ല, നടക്കൂല. എനിക്ക് അറിയാനിട്ടാണ് എന്നായി, എനിക്ക് അറിയാനിട്ടായി. ഈ ലോകത്തിന്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതൊരു മണ്ടനാണ്. എനിക്കൊരു വസ്തു അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആക്ഷേപിക്കുന്നത്. അറിവില്ല എനിക്ക്. അറിവുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഇൻഷാ അല്ലാഹ് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഖുർആൻ അധ്യാപനം, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ് ഖദാ ഖദർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഖദാ ഖദർ എന്ന് പറയുന്നത്? ഒരു ചോദ്യം, പരീക്ഷ ചോദ്യം. എന്താ ചോദ്യം? അള്ളാഹുവിന്റെ ഖദാ ഖദർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒന്നും ചെയ്യാൻ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും 100 കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതേ ഇവിടെ ഉണ്ടാവുള്ളൂ? അള്ളാഹു ഉദ്ദേശിച്ച് അള്ളാഹു ചെയ്യാൻ തീരുമാനിച്ച എത്ര ശതമാനം ഉണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതെന്നെ ഈ പറഞ്ഞ അത് ഹക്കല്ലേ? ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അത് സത്യല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഒരുത്തൻ ഈ സ്ഥലത്തുനിന്ന് ഒരുത്തൻ അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഓനെ കൊണ്ട് കൊണ്ട് പറയിപ്പിച്ചു, ആണെന്ന് പറയിപ്പിച്ചു. ഞാൻ കാര്യം ചെയ്യാം. കാരണം കഴിഞ്ഞ 8 ദിവസത്തെ ഓരോ തീരുമാനങ്ങൾ ഇവിടെ എഴുതാൻ പറയുന്നതാണ്. എന്നിട്ട് ഇതിന് എത്രണ്ണം സംഭവിച്ചു എന്നോട് ചോദിക്കും. അപ്പൊ അങ്ങനെ പറയും, അതുണ്ടായി, ഇതുണ്ടായി, മറ്റുണ്ടായി, ബാക്കിയൊന്നും ഉണ്ടായില്ല. അപ്പൊ അവിടെ തൊന്ന് കൊടുക്കും. പിന്നെ എന്താ സമ്മതിക്കാതിരുന്നത്? ആദ്യം പാവ സാധന ബുദ്ധി വന്നതുകൊണ്ടാണ്. അടിക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഓനെ നമ്മൾ വെറുതെ വിടുക. ഒരു ബുദ്ധി വന്നതുകൊണ്ടല്ലേ അള്ളാഹു നമ്മൾക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ നല്ല നിലക്ക് ഗ്രഹിക്കാനുള്ള കഴിവും അള്ളാഹു തന്നെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇതാണ് എന്റെ ഖദാ ഖദർ എന്ന് പറയുന്നത്. ഇതാണെന്ത് ഖദാ ഖദർ എന്ന് പറയുന്നത്. എന്നാൽ മനസ്സിലായോ? അത് നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ സമ്മതിച്ചല്ലേ? ഈ പറഞ്ഞ ആശയം, ഈ അർത്ഥം, ഖദാ ഖദറിന്റെ വിശദീകരണം നിങ്ങൾ സമ്മതിച്ചല്ലേ? സമ്മതിച്ചു. എന്നാൽ വലിയ താടിയുള്ള ചില ആൾക്കാർ, ചില താടിയുള്ള അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. നമ്മുടെ നാടിക്ക് ചെറിയ താടിയാണ്. ശരീരത്തിന്റെ വാലൊക്കെ കാലിന്റെ അടിത്തട്ടുണ്ട്. അങ്ങനത്തെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഖദാ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള അറിവിനെ പറ്റിയാണ് പറയുന്നത്. പ്രവചനം, സത്യസന്ധമായ അള്ളാഹുവിന്റെ പ്രവചനം, എതിർവരാത്ത റബ്ബിന്റെ പ്രവചനം. നമ്മളൊക്കെ പ്രവചിക്കും ഭയങ്കര സ്പീഡില് ഇവിടുന്നൊരു ബസ്സോ ഒരു കാറ് പോകുന്നുണ്ട്, 150 സ്പീഡ് ഒരു കാർ വിടുന്നുണ്ട്. ഞാൻ 150 സ്പീഡ്, ഈ റോഡിനൊക്കെ 150 സ്പീഡ് പോകാൻ പറ്റുമോ? അത് ലേശം 1 കിലോമീറ്റർ അവിടെ എത്തി, ആ ബൈപ്പാസിന്റെ അവിടെ എത്തിയതോടുള്ള വേറൊരു വണ്ടിക്ക് ടാങ്കറിലോണിക്ക് ഒരച്ചടിയാണ്. അതിലുള്ളവർ മുഴുവൻ കാര്യമാണ്, കാറിലുള്ളവരുടെ മുഴുവനും കാര്യമാണ്. അപ്പൊ നിങ്ങളെന്താ പറയാ? നിങ്ങളോടൊക്കെ ഇതിന്റെ അറിഞ്ഞിരുന്നല്ലോ. നിങ്ങൾ പറയും, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഓന് മലപ്പുറത്ത് ചെറുതാന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇതിനാണ് പ്രവചനം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീടൊരു ദിവസം 160 സ്പീഡ് ഒരു കാറ് പോകുന്നുണ്ട്. അന്ന് പോയത് 150-ലാണ്, ഇന്ന് പോണതോ 160-ല്. അപ്പൊ അന്ന് പ്രവചിച്ചത് ഇതിൽ ഒരു 10% ആളുകളെയാണ് പ്രവചനം നടത്തിയത്. ഇന്നിപ്പോ 100% ആളുകൾ പ്രവചനം നടത്തുന്നത്. ഞാൻ എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഈ കാർ എന്തായിരുന്നാലും മലപ്പുറത്ത് എത്തൂല. കാരണം 150-ൽ പോയ കാറ് ബൈപ്പാസിന്റെ അവിടെ നിന്നാണ് പോയതെങ്കിൽ 160-ൽ ഓടുന്ന കാറെങ്ങനെ മലപ്പുറത്ത് എത്തുമോ? പ്രവചനം നടത്താൻ എളുപ്പമുണ്ട്. എല്ലാവരും പ്രവചനം നടത്തി ആ കാറ് മലപ്പുറത്ത് എത്തൂല. പക്ഷെ പടച്ച തമ്പുരാന്റെ ഒരു കുതിരത്ത് എന്ന് പറയട്ടെ,
കാറ് പാലക്കാട് എത്തിയിട്ടായിട്ട് ഡ്രൈവർ എന്നെ വിളിച്ചു ഉസ്താദിനെ വിളിക്കണം. ഉസ്താദ് പടച്ചോന്റെ അള്ളാഹുവിനെ അങ്ങേറ്റം പിടിക്കുകയാണ്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾ 3 മണിക്കൂർ കൊണ്ടിട്ടു പാലക്കാട് എത്തി. ഇപ്പൊ ഇവിടെ ഹോട്ടലിൽ കയറിങ്ങാണ്ട് ബിസ്മില്ലാ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ബിസ്മില്ലാ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ 100 ആളുമായിരുന്നു. പ്രവചനം നടത്തിയതൊക്കെ എന്തായി? പുറത്തായി. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രവചനത്തിൽ ഏത് സംഭവിക്കൂല? ഇങ്ങനെയുള്ള ഒരു മാറ്റം സംഭവിക്കൂല. അത് കറക്റ്റായി. മാറ്റം വരാത്ത പ്രവചനം. അല്ലാഹുവിന്റെ ഇൽമ് എന്ന് പറയുന്നത് മുസ്തഖ്ബിലിനെ സംബന്ധിച്ചുള്ള അല്ലാഹുവിന്റെ ഇൽമ്, മാദിനെ സംബന്ധിച്ചോ ഹാരിയായ കാര്യങ്ങളെ സംബന്ധിച്ചല്ല, വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച അല്ലാഹുവിന്റെ അറിവ് മാറ്റം വരാത്ത അറിവാണ്. അതിനെപ്പറ്റി എന്ത് പറയാം? മാറ്റം വരാത്ത പ്രവചനം എന്ന് പറയാം. അതാണ് ഏത് ഖലാഖദർ എന്ന് പറയുന്നത്. മാറ്റം വരാത്തത്, അല്ലാഹുവിന്റെ ഇൽമ് മാറ്റം വരാത്തതാണ്. അതാണ് എന്തിന്റെ അർത്ഥം? ഖലാഖദറിന്റെ അർത്ഥം. 2 കാര്യം പറയാം. വലിയ ആളല്ലേ, നമുക്ക് നല്ലതൊന്നും പറ്റില്ല. വടി കൊണ്ടുവന്നിട്ട് മുക്കിൽ ചാരി വെക്കണം. വടി വേണം ആൾക്ക്, സന്ധിക്കൊന്ന് കിട്ടണം. എന്നാ പിന്നെ താടിക്കാരായി ഇതെന്തിനാ പിന്നെ ഖലാഖദർ വിശ്വസിക്കുന്നതാണ്ട് ഇവർ വിശ്വസിച്ച പോലെ. ഓവറായിപ്പോയില്ലേ? അപ്പൊ അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പടുകുഴിയിൽ വീണുപോയിട്ടുണ്ട്. ഖലാഖദറിന്റെ അർത്ഥം മനസ്സിലാക്കിയതിൽ അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. വലിയ മഹാന്മാർ അതാണ് ഇങ്ങനെ. അവർക്ക് വലിയ മഹാന്മാരാണ്. വലിയ മഹാന്മാരുണ്ടായിട്ടുണ്ട്. ഖലാഖദറിന്റെ അർത്ഥം മനസ്സിലാക്കിയതിൽ ഇങ്ങനെയുള്ള അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. അതാരായിരുന്നാലും ശരി, എത്ര വലിയവരായിരുന്നാലും ശരി, അത് അബദ്ധം തന്നെയാണ്, സത്യം തന്നെയാണ്. അല്ലാഹുവിന്റെ ഇൽമല്ല അല്ലാഹുവിന്റെ ഖലാഖദർ എന്ന് പറയുന്നത്. പിന്നെന്താണ് അല്ലാഹുവിന്റെ ഖലാഖദർ എന്ന് പറയുന്നത്? അല്ലാഹു ഉദ്ദേശിച്ചത് എവിടെ ഉണ്ടാവുള്ളൂ, അല്ലാഹു ഉദ്ദേശിക്കാത്തത് ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ഭാവിയിൽ ജനങ്ങൾക്ക് ഖലാഖദർ പഠിപ്പിക്കേണ്ട ആളുകളായതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. ഖലാഖദറിലുള്ള വിശ്വാസം കൊണ്ടാണ് ലോക മുസ്ലിം സമൂഹത്തിന് എക്കാലത്തും വിജയമുണ്ടായിട്ടുള്ളത്. ലോക മുസ്ലിം സമുദായത്തിന് എക്കാലത്തും വിജയവും ഇസ്സത്തും നിലനിന്നിട്ടുള്ളത് ഖലാഖദറിലുള്ള വിശ്വാസം കൊണ്ടാണ്. ആ ഖലാഖദറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടാലും അതിന്റെ അർത്ഥം മാറ്റിയിട്ട് നഷ്ടപ്പെട്ടാലും എങ്ങനെ നഷ്ടപ്പെട്ടാലും മുസ്ലിമീങ്ങളുടെ വിജയമില്ലാതെയാവും. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് വേറുള്ളത് മനസ്സിലാക്കാൻ പാടില്ല. നീ പറയുന്ന ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കുട്ടികളുള്ള സദസ്സിലൊന്നും പറയാൻ പാടില്ല. എന്നാലും മദ്രസയിലൂടെ ചർച്ച ചെയ്യുന്ന വിഷയമായതുകൊണ്ട് ഞാൻ പറയാം. എന്നാ പിന്നെ നമുക്കെന്താ ഉള്ളത്? എല്ലാ അമ്മവിഷ്ടമായിരിക്കുകയാണെങ്കിൽ നമുക്കെന്താണ്? നമുക്കിങ്ങനെ പ്ലാൻ ചെയ്യാം. നമുക്കിങ്ങനെ പ്ലാൻ ചെയ്യാം. എനിക്ക് ഇന്ന ഉസ്താദിന്റെ അടുത്ത് ഇന്ന ദർസിൽ പോയിട്ട് ചേരണം, ഇന്ന കിതാബുകളൊക്കെ ഓതണം, ഇത്ര കൊല്ലം ഓതണം. ആരൊക്കെയാണ് പട്ടിക്കാട് കോളേജിലേക്ക് പഠനം പൂർത്തിയാകാതെ പോകുന്നു എങ്കിൽ അവരോട് പിൻപറ്റാതിരിക്കണം. ഓതേണ്ട കിതാബ് മുഴുവനും ഓതിക്കഴിഞ്ഞതിന്റെ ശേഷം പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരും 30 ക്ലാസ്സിൽ ചേരും. എനിക്ക് 6ാം ക്ലാസ്സിൽ ചേരണം. 2 കൊല്ലം കൂടി കിട്ടിട്ട് ഓർത്ത് അവിടുത്തെ സാമാരിക്കുന്നു, അല്ലെങ്കിൽ 7 ചേരണം. കൊല്ലങ്ങൾ ദൂരസമാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തിന്റെ മഹത്വം ദൂരസമാനിലാണ്. എന്നിട്ട് അവിടുന്ന് പാസ്സാകണം, അവിടുന്ന് കോട്ട് വാങ്ങണം, തരീക്കത്ത് വാങ്ങണം.
എന്നിട്ട് നല്ലൊരു പുതിയ അറബെടുത്ത വലിയൊരു പള്ളിയിൽ 3 നിലയുള്ളൊരു പള്ളിയിൽ ദിവസം തുടങ്ങണം. നാട്ടിൽ കൂടെയൊക്കെ നടന്നിട്ട് ഒരു 10-50 മുതാലിമികളെ പിടിക്കണം. അതിന് വേണ്ട എന്റെ സുഹൃത്തുക്കളോടൊക്കെ ബന്ധപ്പെടണം. നിന്റെ വകൽ കുട്ടി, നിന്റെ വകൽ കുട്ടി, നിന്റെ വകൽ 2 കുട്ടി എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ടിട്ട് റമദാൻ കഴിയുമ്പോൾ ഞാൻ 50 കുട്ടി ശരിയാക്കണം. ഇങ്ങനെ പ്ലാൻ ചെയ്യാം. നമ്മൾ ചെയ്യണല്ലേ? അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിനോട് മുത്താലിക്കായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ നടക്കില്ല. ഞാൻ പട്ടിക്കാട് കോളേജിൽ ചേരാൻ പോയപ്പോ പൈസ നല്ലോണം വേണല്ലോ. അപ്പൊ ചൂള വെച്ച് വെക്കാനറിയാം. കരിണ്ടാക്കുന്നില്ലേ? വലിയൊരു മരം ഉണ്ടായിരുന്നു നമ്മുടെ പരിഹരിച്ചു. വലിയൊരു മരം അതവിടെ വെറുതെ പരപ്പണിക്ക് വേണ്ടി വെട്ടി കാത്തിച്ചിട്ടൊക്കെ നല്ല സുഖ. അതൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടിട്ട് അതിന് പണിയുണ്ടാകും. 2 ചൂളമൊക്കെ 2 ജാതിയുണ്ട്. അതിന്റെ മേലെങ്ങനെ കുഴച്ച മണ്ണിട്ട് അടിച്ചു താത്തലുണ്ട്. അത് അപകടം കുറവാണ്. ഇങ്ങനെ ഓടാക്കി നിർത്തലുണ്ട്. അതിങ്ങനെ നല്ല അടിച്ച് ഓടാക്കിയിട്ട് ഇവ പണിയൊന്നും എടുക്കണം. അങ്ങനെ പോയി പട്ടികാട് ചൂളൊക്കെ രക്ഷിക്ക് തീയൊക്കെ കൊടുത്ത് കത്തി റെഡിയാക്കി ഇങ്ങനെ ഉഷാറായി സെലക്ഷൻ പരീക്ഷയ്ക്കൊക്കെ നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ 900 കാരണം ചെറിയ പൊട്ട് വരാൻ പാടില്ല. ഡേഞ്ചറാണ്. ഓടാക്കി നിർത്തുന്ന ചൂള ഒരുപാട് പൈസന്റെ കയ്യിൽ പോയി. അപ്പൊ എന്നമാതിരി ഇപ്പൊ നിങ്ങളെ പ്ലാൻ ചെയ്ത് വലിയ 50 കുട്ടികളെ ദിവസം ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ചിലതൊക്കെ കൊണ്ടുപോകും. ചിലതൊക്കെ വിജയിക്കും, ചിലതൊക്കെ കൊണ്ടുപോകാതിരിക്കും. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ അനുസരിച്ച് കൊണ്ടിട്ട് കാര്യങ്ങൾ കരുനീക്കുകയും തീരുമാനിക്കുകയും ചെയ്തൊക്കെ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നതാണ്? നമ്മളെ മനസ്സുകൊണ്ടിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ മനസ്സുകൊണ്ടിട്ട് തീരുമാനമെടുക്കാനുള്ള അതിനാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. ഇഖ്തിയാർ എന്ന് പറയുന്നതാണ് തീരുമാനമെടുക്കാനുള്ള ഒരു പാകതയും പക്വതയും ഒരു കഴിവും എന്തായിട്ടുണ്ട് അല്ലാഹു നമ്മളുടെ മനസ്സിന് തന്നിട്ടുണ്ട്. മനസ്സ് എന്ന് പറയില്ലേ, ഖൽബ് എന്ന് പറയില്ലേ, يسألونك عن الروح قل الروح من أمر ربي. റബ്ബാനിയായ ഒരു സ്വഭാവത്തോടുകൂടെ അല്ലാഹു പഠിച്ചിട്ടുള്ള ഒരു വസ്തുവാണ് റൂഹ്. അതിരിക്കുന്ന ഇഖ്തിയാറുള്ള ഇഖ്തിയാറുള്ള തെരഞ്ഞെടുക്കാനുള്ള ഒരു പക്വത പാകത അത് അല്ലാഹു തആല അതിലേക്ക് അതിനെങ്ങനെ ഈ ആത്മാവിന് ഖൽബിന് മനസ്സിന് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുക. അത് അല്ലാഹു നൽകുന്നില്ലാതിരിക്കാം. നോക്കി അങ്ങനെയുള്ള ഒരു കഴിവ് നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കാനും അവൻ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവ്, അതിനാണുള്ള മഷിയത്ത് എന്ന് പറയുന്നത്. ആ തീരുമാനിക്കുന്നതിനാണുള്ള യഥാർത്ഥ മഷിയത്ത് എന്നൊക്കെ പറയുന്നല്ലേ. ഞാൻ എന്നത് ഉദ്ദേശിച്ചിട്ടുണ്ട്, ഞാൻ പെണ്ണിട്ടാ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ഈ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ മഷിയത്ത് അതാണുള്ള ഈ തസ്ബീഹ്. അത് നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ അത് ആര് തന്നുകൊണ്ടിരിക്കണം? അല്ലാഹു തന്നുകൊണ്ടിരിക്കണം. അതാണ് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. നിങ്ങൾക്ക് ഈ മഷിയത്ത് ഉണ്ടാവണമെന്ന് പടച്ചോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താവില്ല. അങ്ങനത്തെ ഒരു മഷിയത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് അല്ലാഹു തന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു മഷിയത്ത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പടച്ചോ വിചാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അപ്പൊ അങ്ങനത്തതായ ഒരു പൂവത്തും പാകതയും പക്വതയും മനുഷ്യന്റെ ഖൽബിലേക്ക് എന്താവുന്ന അല്ലാഹു തആല നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് വൈദ്യുതിയാവൂല, അതുകൊണ്ട് തുല്യനെയാവൂല, അതുകൊണ്ട് മുഖത്തതിയും വൈദ്യുതിയൊന്നും ആവില്ല. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതിന്റെ അപ്പുറം പോകുമ്പോഴാണ് മനുഷ്യൻ. അപ്പൊ ഖലാഖ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചാലും മുഖ്താറായ മനുഷ്യൻ അല്ലെങ്കിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന് ആഖിറായ മനുഷ്യൻ
അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും പ്ലാൻ ചെയ്താലും അല്ലാത്ത പിന്നെ പറയാനില്ല. ക്രിസ്ത്യാനും ദസ്മില്ലാത്ത ഈ ലോകത്തുള്ള ഈ സംഭവങ്ങളെ പറ്റി പറയാനില്ല. ഇതിനെ പറ്റിയല്ലേ പറയാനുള്ളൂ. എന്ത് തീരുമാനിച്ചാലും അതിന് നേരെ ഉണ്ടാവുള്ളൂ. അള്ളാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചത് എത്ര ശതമാനമാണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തത് ഉണ്ടാവില്ല. അതുകൊണ്ട് പഠിച്ചവന്റെ മേല് തവക്കലാക്കല്ലാതെ ഒരു വലുതില്ല എന്നൊക്കെ മനസ്സിലായത്. അപ്പൊ പഠിച്ചവന്റെ ഒപ്പം കൂടില്ലാത്തൊരു വഴിയില്ല എന്നാണ് ഇപ്പോ മനസ്സിലായത്. ഇപ്പൊ എന്താ മനസ്സിലായത്? പഠിച്ചവന്റെ ഒപ്പം കൂടില്ലാത്തൊരു വഴി നമുക്ക് ഇല്ല. ഇതാണ് തൗഹീദ്. തൗഹീദിന്റെ ഇൽമാണ്. ഖവാഖദിന്റെ ഇൽമ എന്ത് ഇൽമാണത്? തൗഹീദിന്റെ ഇൽമാണത്. ആ തൗഹീദിന്റെ ഇൽമുണ്ടാകുമ്പോ അതിൽ നിന്ന് പുറത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ത്? തവക്കുൽ എന്ന് പറയുന്നത്. തൗഹീദിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന ഒരു വൃക്ഷമാണ് ഇത് തവക്കുൽ എന്ന് പറയുന്നത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരായത്താണ് ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതിന്റെ ഭാഗം തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. ബീഖാന മാഖാന വബിയകൂനു മായകൂൻ. അതിൽ ഈ ലോകം മുഴുവനും പെട്ടു. അതുകൊണ്ടാ ലോകം മുഴുവനും ഖുർആനിലുണ്ട്, ഖുർആൻ മുഴുവനും ഫാത്തിഹയിലുണ്ട്, ഫാത്തിഹയിലുള്ളതൊക്കെ ബിസ്മിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിലൊക്കെ ഏതുണ്ട്? അതൊക്കെ ഇതിലുണ്ട്, ഭാഗിലുണ്ട്. ഉള്ളി അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് ആ ഭാഗിന്റെ ഒരു കൂവത്ത്? ഭയങ്കരമാണ് ആ ഭാഗം. ഇങ്ങനെയുള്ള എഴുതുകൾ ആണ് ഖുർആന്റെ ഇൽമുകൾ, ഖുർആന്റെ ഓരോ ഹർഫുകളും. അപ്പൊ സകല ഇൽമിലേക്കുള്ള വാദം. അപ്പോ ചെറിയ നിരക്ക് ബാഗിന്റെ ഒരു വിശദീകരണമാണ് ഇപ്പൊ നൽകിയത്. സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നുള്ള ബാഗിന്റെ ചെറിയ നിരക്കുള്ള ഒരു വിശദീകരണമാണ് നൽകിയത്. ഈ ബാഗിന്റെ പല ഭാഗത്തുള്ള അരിപ്പും അരരിപ്പും ഇടഭാഗത്തുള്ള സീനും അതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇതിന് പോകാനായി. അപ്പൊ ഇനി നമ്മൾ ആ വിഷയം നിർത്തി ആദ്യത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അബൂയി പറഞ്ഞ് നമുക്ക് നിർത്താം. അല്ലാഹു തആല നമ്മളെ തൗഹീദിന്റെ യഥാർത്ഥമായ തൗഹീദിന്റെ വഹാബികളെ തൗഹീദല്ല, നമ്മളെ തൗഹീദ് ഒരു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പാഞ്ഞ സ്ഥലത്ത് പുല്ലുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ തൗഹീദ് ഉണ്ടല്ലോ, ആ തൗഹീദ് ഒരു കേട്ടില്ലെങ്കിൽ പാഞ്ഞ സ്ഥലത്ത് പുല്ലുണ്ടാവില്ല. ഇരിക്കട്ടെ. എന്താണ് ഞാൻ ആദ്യമായി ചോദിച്ചതിന്റെ മറുപടി? എന്താണ് രണ്ട് ഭാഷ ഉണ്ടാകാതിരുന്നത്? അല്ലാഹുവിന്റെ ഒരു ഭാഷ വേറെ, നമ്മളെ സംബന്ധിച്ച് പറയാനൊരു ഭാഷ വേറെ. സ്വർണം എന്ന് പറയാം, എന്നിട്ടോ ഒറിജിനൽ തങ്കണ്ടല്ലോ. തങ്കം നിങ്ങൾക്കറിയോ? തങ്കം എന്ന് പറഞ്ഞാല് തങ്കം ഹോസ്പിറ്റലല്ല പറയുന്നത്. നമ്മളെ ജ്വല്ലറി പോയാൽ കിട്ടുന്ന തങ്കല്ലേ 24 കാരറ്റ് സ്വർണം. ഞാൻ തങ്കം എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്ത് പറയുന്നു? മലയാള ഭാഷയിൽ സ്വർണം എന്ന് പറയുന്നു. പിന്നെ മുക്ക് വണ്ണങ്ങളുണ്ടല്ലോ, ഇവിടെയൊക്കെ ഉണ്ടാവും മുക്ക് വണ്ണങ്ങൾ. ഇരുമ്പുമല എതിട്ടുണ്ടാവും, പിച്ചളമല ഇരുമ്പുമല എന്ത് തേച്ചിട്ടുണ്ടാവും, സ്വർണത്തിൽ ഒരു കളർ തേച്ചിട്ടുണ്ടാവും. അതിനാ മുക്ക് വണ്ണം എന്ന് പറയുന്നത്. അതിന് സ്വർണം എന്ന് പറയാൻ പറ്റുമോ? അതിന് സ്വർണം എന്ന് പറയാൻ പറ്റുമോ? അതിനെന്താ പറയുന്നത്? മുക്ക് വണ്ടെന്നാണ് പറയുന്നത്, മറ്റേത് സ്വർണം എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് ഡെഫിനല്ലേ ഉപയോഗിച്ചത്?
എന്ന മാതിരിക്ക് 100 അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അതുപോലെ നമ്മുടെ സ്വർണ്ണം എന്ന് പറഞ്ഞ മാതിരിക്കുള്ള ഭാഷകൾ വേണ്ടതില്ല. മുക്ക് വേണ്ടെന്ന് പറഞ്ഞ മാതിരിക്കുള്ള ഭാഷ മതിയല്ലേ നമുക്ക് മുക്ക് ഭാഷ മതി. അങ്ങനെയല്ലേ വരുന്നത്. പിന്നെന്താ ഒരേ ഭാഷയത് പറയും മറുപടി. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ മറുപടികൾ ഉണ്ടെന്ന് പറ്റി മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ ഓരോരുത്തരും പറയാനുള്ള സമയമല്ല ഇപ്പോൾ. ഓരോരുത്തരുടെ മനസ്സിലുള്ളത് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടിട്ട് ഞാനൊരു മറുപടി പറയാം. ആ മറുപടി നിങ്ങളെ മനസ്സിൽ വിചാരിച്ച മറുപടിയും തമ്മിൽ താരതമ്യം ചെയ്യാം. ചിലപ്പോൾ ഒത്തുവരും, ചിലപ്പോൾ ഒത്തുവരില്ല. പണ്ട് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ കയ്യേത്ത് മാസികയിൽ ഒരു ചോദ്യം കൊടുത്തവരാണ്. ഞാനൊക്കെ അവിടെ പഠിക്കണ കാലത്താണ്. ഈ SSLC കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ പിന്നെ എന്തിനാ കോളേജിൽ അയക്കണമെന്നാണ് ചോദ്യം. SSLC കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ ആ കാലഘട്ടത്തിലൊക്കെ അധികം പെൺകുട്ടികളൊന്നും പോകലില്ല. കുറെ പോകും. ഈ പെൺകുട്ടികൾ എന്തിനാ കോളേജിലേക്ക്, ഭൗതിക കോളേജുകളുണ്ടല്ലോ, ഭൗതിക കോളേജുകളിലേക്ക് എന്തിനാ പറഞ്ഞേക്കണത്? 16 വയസ്സായ പെൺകുട്ടികൾ. അപ്പൊ അതിന് അന്നത്തെ അതിന്റെ മറുപടി പറയുന്ന കയ്യേത്ത് മാസികയിൽ മറുപടി പറയുന്ന ഒരാളുണ്ട്, മുജീബ് അയാൾ പേരല്ല, ജവാബ് കൊടുക്കുന്ന അയാള് മറുപടി ആള് നല്ല രസികനാണ്. മറുപടി ഗർഭനിരോധ ഗുളികൾക്ക് ചെലവ് വർദ്ധിക്കാനാണ്. അതൊരു മറുപടി തന്നെയാണ്. എന്ന മാതിരിയിലുള്ള ഒരു മറുപടി, അത് രസകരമായ മറുപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ലേ? അതേമാതിരിക്കുള്ള രസകരമായ ഒരു മറുപടി ഞാനത് പറയാം. നിങ്ങളെ മറുപടികളൊക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. വഹാബികൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. നരകത്തേക്ക് ആള് വേണ്ടേ? لقد حق القول مني لأملأن جهنم من الجنة والناس أجمعين. ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും നല്ലൊരു ശതമാനം ആളുകളെ കൊണ്ട് നരകത്തിന് വയറ് നിറച്ചു കൊടുക്കാന്നുള്ളത് ഞാൻ നരകത്തിനോട് ഞാൻ കരാർ ചെയ്തിട്ടുണ്ട്. അടുത്ത റബ്ബേ നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നരകത്തിൽ ആള് വേണ്ടേ? കൊല്ലുഹും പിന്നാർ. എന്റെ സമൂഹത്തിൽ 73 കക്ഷികളുണ്ടാവും. കൊല്ലുഹും പിന്നാർ എല്ലാവരും ഒന്നൊഴിച്ച് 72 കക്ഷി നരകത്തിന്റെ പള്ള നിറക്കാൻ വേണ്ടിയിട്ട, വയറ് നിറക്കാൻ വേണ്ടിയിട്ട. എന്നാ പഠിച്ച അങ്ങനെയൊക്കെ അടങ്ങാറാക്കണത്? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ അടങ്ങാറാക്കണത് എന്താ? നമ്മൾ ആർക്കെങ്കിലും ചോദിക്കണോ? നാം മറുപടി പറഞ്ഞാൽ അന്ന് മൗലൂദിന് എന്നാ പോത്തിറച്ചി ഉണ്ടാകുമല്ലേ? എന്തിനാ പോത്തിനെ അടങ്ങാറാക്കിയതെന്ന് അപ്പം എന്താ ഇല്ലാത്തത്? ചെങ്ങായിമാരെ നമ്മളെ പോലെ ജീവിയല്ലേ? അതിനല്ലേ അവരപ്പൊ ഈ പശുവിനൊക്കെ പറയുന്നത് ഈ ജാതി ചിന്തയാണ്. അതൊക്കെ റബ്ബിന്റെ അള്ളാഹുന്റെ ശരീരത്തിൽ അള്ളാഹു എന്താ പറയുന്നു അതാണ് ദീൻ. അപ്പൊ കുറച്ച് വഹാബികളെ പോലത്തവരുണ്ടായിത്തീരണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രം സഹായം തോന്നുന്നു, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തോന്നുന്നു. ആ ആയത്ത് നോക്കിയിട്ട് പറയാണ്, ബദരീങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പാടില്ല, മൊയ്തീൻ ശൈഖിനെ സഹായിക്കണമെന്ന് പറയാൻ പാടില്ല. മുസ്ലിക്കാവും ശിർക്കാവും. ഇത് വരെക്കൊണ്ട് പറയിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വഹാബിക്ക് ഈ ഇത്തിബാസ്, ഈ വഹാബിക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയത്? എന്തുകൊണ്ടാണ്? ആദ്യം കൺഫ്യൂഷൻ ആയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്.
പിന്നെ അവന്റെ ഒപ്പം നിന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ആയത് എന്തുകൊണ്ടാണ്? ഒരു പദം, ആ പദം അല്ലാഹുവിനെ സംബന്ധിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു അർത്ഥത്തിനാണ്, അത് സൃഷ്ടികളെ സംബന്ധിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു അർത്ഥത്തിനാണ് എന്ന ഈ ഒരേ പദം തന്നെ അതിന്റെ പ്രയോഗത്തിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ പദമാണ്. അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറയുന്നത് അർത്ഥം വേറെയാണ്. അള്ളാഹു ഹയ്യാണെന്ന് പറഞ്ഞൊരു അർത്ഥം വേറെ, നമ്മൾ ഹയ്യാണെന്ന് പറഞ്ഞൊരു അർത്ഥം വേറെയാണ്. എന്തല്ലേ? അള്ളാഹു ഹയ്യാണെന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ഹയാത്ത് കദീമായ ഹയാത്താണ്. അള്ളാഹുവിന്റെ ഹയാത്ത് അവൻ സ്വന്തം നിലക്കുണ്ടായ ഹയാത്താണ്. അള്ളാഹുവിന്റെ ഹയാത്ത് ബാക്കിയാണ്, ബാക്കിയതാണ്, അതൊരിക്കലും നഷ്ടം പോകാത്തതാണ്. നമ്മളെ സംബന്ധിച്ച് ഹയ്യ എന്ന് പറഞ്ഞാലോ ആ അർത്ഥത്തിലാണോ നമ്മളെ സംബന്ധിച്ച് ഹയ്യ എന്ന് പറയുന്നത്? അല്ല. നമ്മളെ സംബന്ധിച്ച് ഹയ്യ എന്ന് പറയുന്നത് നമ്മളെ ഹയാത്ത് ഹാദിസായ ഹയാത്താണ്, അതെപ്പോഴും ഇല്ലാതെയാകാൻ പറ്റുന്ന ഹയാത്താണ്. അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ഹയാത്താണ്, അത് എപ്പോഴും അവസാനിക്കാൻ പോകുന്ന ഹയാത്താണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മളെ പറ്റി ഹയാത്ത് എന്ന് പറയുന്നത് പദം ഏതന്നെയാണ്? ഹയ്യ എന്നുള്ള പദം തന്നെ. അപ്പൊ അള്ളാഹിനെ പറ്റി ഹയ്യ എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മളെ പറ്റി ഹയ്യ എന്ന് പറയുന്നത്. വ്യക്തം പറഞ്ഞാല് ഓനല്ലേ ലോക ബുദ്ധി എന്ന് പറയുന്നത്? അതിനേക്കാണ് വലിയ ബുദ്ധി ആരാ? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി ആരാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഇയ്യാക നഅ്ബുദുമായിരിക്കുന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാതെ ഇലാഹില്ല, അതിനല്ലേ ഇല്ല ഇയ്യാക നഅ്ബുദു. അൽ ഹയ്യ്, സാക്ഷാൽ ഹയ്യ് അവനാണ്, സാക്ഷാൽ ഹയ്യ് അവനാണ്, അവന്റെ ഹയാത്താണ് ഹഖീഖിയായ ഹയാത്ത്. ആ അർത്ഥത്തിനാണോ നമ്മളെ പറ്റി ഹയ്യ എന്ന് പറയുന്നത്? അതേ പദം തന്നെ നമ്മളെ പറ്റി പറയുമ്പോ അർത്ഥം മാറിപ്പോയി. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള ഇസ്തിആനത്ത്. ഏത് ഇസ്തിആനത്താ? അത് സാക്ഷാൽ ഇസ്തിആനത്ത്. അല്ലാഹു സ്വന്തമായിട്ട് മറ്റൊരാളുടെയും സഹായം കൂടാതെ, മറ്റൊരാളുടെയും ആവശ്യമില്ലാതെ ഉള്ള ആ സാക്ഷാൽ ഉള്ള സഹായം, ആ സഹായം ആരോടും ആരോടാ ചെയ്യുന്നത്? അല്ലാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് അല്ലാത്ത സഹായം തേടൽ, മഖ്ലൂഖിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന സഹായം, മഖ്ലൂഖിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സഹായം, ആ സഹായം മഖ്ലൂഖിനോട് ചോദിക്കാൻ പാടില്ല എന്നതിനർത്ഥമല്ലോ ഉണ്ടോ? ആകെ ഒരു ഗന്ധരി മാത്രമേ ആലത്തുപടിയിലുള്ളൂ എന്ന് വിചാരിക്കാം. സ്വർണ്ണാഭരണം വാങ്ങാൻ ആ പീടിയിലല്ലാതെ വേറെ എവിടെയും പോകൂല, അവിടെ മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ആലത്തൂർ പടിക്കൽ നിന്ന് സ്വർണം വാങ്ങാൻ ഞാൻ പോവുകയാണെങ്കിൽ ആ ഗന്ധറിയിൽ മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം മുക്കുവെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പീടി പോയിക്കൂടാൻ അതിനർത്ഥമുണ്ടോ? സ്വർണത്തിന്റെ കളറിലുള്ള മുക്കുവെണ്ണുണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത പീടി പോയിക്കൂടാൻ അതിനർത്ഥമുണ്ടോ? ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇതാളുണ്ടാത്തത് വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമുണ്ട് എന്നാണ് ആര് പറയുന്നത്? ആര് പറയുന്നത്? വഹാബി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വൈരുദ്ധ്യമുണ്ട് എന്നാണ് ആര് പറയുന്നത്? വഹാബി പറയുന്നത്. സ്വർണം വാങ്ങാനാണ് പോകുമെന്ന് പറഞ്ഞാൽ മുക്കുവെണ്ണം അങ്ങോട്ട് പോയാൽ എന്തായി പോകും? മോന് കള്ളനായി പോകും. സ്വർണം വാങ്ങാൻ അങ്ങോട്ടേ പോകുള്ളൂ എന്ന് പറയാം. എന്നിട്ട് മുക്കുവെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് ഒട്ടും പോകാം, എന്നിട്ട് പോകാം. ഓ കള്ളനാണ് ജനങ്ങളെ, ഓ മുസ്ലിക്കാണ് ജനങ്ങളെ, ഓ തൗഹീദിനെതിരാണ് ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് സകല മനുഷ്യന്മാരെയും കൺഫ്യൂഷനാക്കുന്ന ഈ പണിയെടുക്കുന്ന വഹാബി ഉണ്ടല്ലോ, അങ്ങനത്തെ വഹാബികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? 2 ഭാഷ വേണ്ടാന്ന് വെച്ചത്. ഇപ്പൊ മറുപടി അല്ലേ? നിങ്ങൾ മറുപടി വേറെ പറയും. വഹാബിയത്തിന്റെ ഖനി നിറപ്പുന്നത് മനസ്സിലായില്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സത്യസന്ധതയെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനെ മനസ്സിലാക്കേണ്ട മാതിരി മനസ്സിലാക്കിയവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വഹാബികൾ എന്ന് പറഞ്ഞാൽ എന്തോ അവർ കൺഫ്യൂഷനായി പോയ പാവങ്ങളാണ്, സാധുക്കളാണ്, സഹതപിക്കല്ലാതെ നോക്കിയില്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ.
ഖുർആനെ മനസ്സിലാക്കേണ്ടമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അപരിശ്വറിനെ തൊട്ട് അല്ലാഹു തആല മുസ്ലിം സമുദായത്തിന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ. ആമീൻ ഫല ബിസ്മില്ലാഹ്. നിങ്ങളെല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം. ഞങ്ങൾക്ക് പ്രായം ചെന്ന ആളുകളാണ്. നിങ്ങൾക്ക് വേണ്ടി വഴിമാറി തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ രണ്ട് ഭാഗത്തേക്കും വഴിമാറി തന്നിട്ട് നിങ്ങളൊക്കെയാണെങ്കിൽ ആ വഴിക്ക് പോയിട്ട് സമസ്തക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒക്കെ ഖിദ്മത്ത് ചെയ്യേണ്ട ആളുകൾ നിങ്ങളാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും തൗഫീഖും ഇഖ്ലാസും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഉസ്താദന്മാർക്ക് അല്ലാഹു നിങ്ങൾക്ക് നേതൃത്വം വഹിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും ഇഖ്ലാസും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ എന്നും നിങ്ങളുടെ ദുആയിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.